ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്നൊരു കോവയ്ക്ക തോരൻ ഉണ്ടാക്കിയാലോ? അതിനു വേണ്ടി വീട്ടിൽ തന്നെ ഉണ്ടായ കുറച്ച് കോവയ്ക്ക ഞാൻ എടുക്കുന്നുണ്ട്. ഇത്രയും കോവയ്ക്ക ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി കഴുകി ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് കൂടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് നാളികേരം, 1/4 ടീസ്പൂൺ ജീരകം, 4 അല്ലി വെളുത്തുള്ളി, അല്പം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 2 പച്ചമുളക് എന്നിവ ചേർത്ത് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ചൂടായ ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കടുക്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സവാള കൂടി ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരുന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയുടെ നിറം ഒരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് ചേഞ്ചായി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന കോവയ്ക്ക കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. കോവയ്ക്ക വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. കോവയ്ക്ക അധികം വേവേണ്ട ആവശ്യമില്ല. അല്പമൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കോവയ്ക്ക തോരൻ സെറ്റായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള കോവയ്ക്ക തോരൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.